പല ഇന്ത്യൻ സിനിമകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ സിനിമ ഉണ്ടാക്കുന്നതിന് മുൻപ് ലോജിക്കിനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. പിന്നെ ഫിസിക്സിന്റെ കാര്യം പറയേ വേണ്ട. ന്യൂട്ടനോടൊക്കെ ഇവർക്ക് എന്തോ ശത്രുത ഉള്ളതുപോലെയാണ്. കാരണം ഫിസിക്സിന്റെ യാതൊരു നിയമങ്ങളും ഇവർക്ക് ബാധകമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരത്തിൽ പ്രപഞ്ച നിയമങ്ങളെല്ലാം ഭേദിച്ച് നിർമ്മിച്ച കുറച്ച് ഇന്ത്യൻ സിനിമകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അധികം വൈകിക്കാതെ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലതരം ഫൈറ്റ് സീനുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. കൈ കൊണ്ടുള്ള ഫൈറ്റ് സീൻസ്, അല്ലെങ്കിൽ തോക്ക് കൊണ്ടോ മറ്റായുധങ്ങൾ കൊണ്ടോ ഉള്ള ഫൈറ്റ് സീൻ, അങ്ങനെ പലതും. പക്ഷേ സ്വന്തം മീശ മാത്രം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതൊരു മഹാനായ ഡയറക്ടർ കാരണം അത് കാണാനുള്ള ഭാഗ്യവും നമ്മൾ ഇന്ത്യക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോളൂ. പല ഫൈറ്റിംഗ് ടെക്നിക്സും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ ദേഹത്ത് പോലും തൊടാതെ സ്വന്തം മീശയിൽ തട്ടുമ്പോൾ ബാക്കിയുള്ളവർ തെറിച്ചു പോകുന്ന ഈ ഫൈറ്റിംഗ് ടെക്നിക്ക് എവിടെ നിന്നുണ്ടായതാണെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരൻ സ്വയം വികസിപ്പിച്ചെടുത്ത എന്തോ ഒരു തന്ത്രമാണ്. എന്തായാലും ഇങ്ങനെ ഒരു 10 പേരുണ്ടെങ്കിൽ നമുക്ക് ഇനി എയർവേസിന്റെ ആവശ്യമൊന്നുമില്ല. മീശയിൽ തട്ടിയ ആളുകളെ പറത്താൻ കഴിവുള്ളവരുണ്ടാകുമ്പോൾ എന്തിനാ വിമാനങ്ങളൊക്കെ? ഇനി ഇതിലും നമുക്കൊരു അപാര ഫൈറ്റ് സീൻ കാണാം. ഇവിടെ ഈ കാണുന്ന 2 പേര്, ഒരാൾ ഹീറോയും മറ്റേ ഹീറോയിനുമാണ്. എന്നിട്ട് അവർ 2 പേരും ടീമായി ആ ഗുണ്ടകൾക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ഫൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. കണ്ടു നോക്കാം. എടാ, അത് ഹീറോയിനാടാ. ഇവരെന്താ ടീം മാറിയോ? ഇയാളിതെന്തിനാ ഹീറോയിനൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നത്? അപ്പോൾ ക്ലിപ്പ് ഒന്നുകൂടി നോക്കുമ്പോൾ നമുക്ക് കാണാം, ഹീറോയിന് ഫൈറ്റിൻ്റെ ഇടയിൽ 2 സെക്കൻഡ് വെറുതെ നിന്നുപോയി. അതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു ഹീറോ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒരു ഉപകാരവുമില്ല, ഫൈറ്റിൻ്റെ ഇടയിലെങ്കിലും ഈ കല്ല് പോലെ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്നെടുത്ത്. ഇതൊക്കെ കണ്ടിട്ട് ഗുണ്ടകൾക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ആരൊക്കെ ആരുടെയൊക്കെ ടീമിലാണെന്ന് മനസ്സിലാക്കാതെ ഹീറോയിൻ വീഴാൻ പോയപ്പോൾ ആ ഗുണ്ടയാണ് ഹീറോയിനെ പിടിച്ചത്. സത്യത്തിൽ ഹീറോയ്ക്ക് ചിലപ്പോൾ ഹീറോയിനോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടാകും. ഫൈറ്റിൻ്റെ ഇടയിൽ അതങ്ങ് തീർത്തതാവും. ഇതാകുമ്പോൾ പിന്നെ ചോദിച്ചാൽ പറയുകയും ചെയ്യാമല്ലോ, അത് ഗുണ്ടകളെ അടിക്കാൻ വേണ്ടി യൂസ് ചെയ്തൊരു ഫൈറ്റിംഗ് ടെക്നിക്കാണ്, അല്ലാതെ നിന്നെ അടിച്ചതൊന്നുമല്ല എന്ന്. എന്തായാലും ആളൊരു ബുദ്ധിമാൻ തന്നെ. ചില ഇന്ത്യൻ ഡയറക്ടേഴ്സ് ന്യൂട്ടൻ്റെ ഹേറ്റേഴ്സാണ്. അതുകൊണ്ട് അവർക്ക് ഈ ഫിസിക്സിലെ നിയമങ്ങളൊക്കെ വലിച്ചു കീറി ഓരോ സിനിമയിലും ഒരു 10-30 കാറെങ്കിലും അന്തരീക്ഷത്തിൽ പറത്തി വിടണം. ശരിക്കും ഇതിൻ്റെയൊക്കെ പോലെ തന്നെ. എന്തായാലും ന്യൂട്ടൺ ഇപ്പോൾ ജീവനോടെ ഇല്ലാത്തത് നന്നായി. ഇല്ലെങ്കിൽ പുള്ളി ഇതൊക്കെ കണ്ട് ആത്മഹത്യ ചെയ്തേനെ. അപ്പോൾ ഈ സീനിൽ നമുക്ക് കാണാം, ആ പെൺകുട്ടിയെ കുറെ ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവരെ പിന്തുടർന്ന് വന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുമുണ്ട്. അപ്പോൾ സാധാരണ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുക, പുള്ളിക്കാരൻ മുൻപിൽ കൊണ്ടുപോയി ബൈക്ക് നിർത്തുകയും അവരുടെ വാഹനം തടയുകയും എന്നിട്ട് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. പക്ഷെ നടന്നത് അതൊന്നുമല്ല. പുള്ളി വന്ന് കാറിൽ ഒരൊറ്റ ചവിട്ടിയുടനെ ചവിട്ടിയവനും പമ്പരം, ചവിട്ടുകൊണ്ട കാറും പമ്പരം. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സയൻറ്റിഫിക്കലി അത് ഇമ്പോസിബിൾ ആണ്, ബട്ട് തെലുങ്ക് മൂവിക്കലി അത് പോസിബിൾ ആണ്. അങ്ങനെ എന്തായാലും കറങ്ങിക്കൊണ്ടിരുന്ന കാറിനുള്ളിൽ നിന്ന് ആ പെൺകുട്ടി തെറിച്ച് നമ്മുടെ ഹീറോയുടെ കയ്യിലേക്ക് എത്തുകയും അവരവിടെ നിന്ന് സ്കൂട്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് പെൺകുട്ടി മാത്രം എന്താ തെറിച്ചത്, ബാക്കിയുള്ളവരൊന്നും എന്താ തെറിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിനും നമുക്ക് ഉത്തരം അറിയില്ല. അപ്പോൾ ഇവിടെ ഏതെങ്കിലും സയൻറ്റിസ്റ്റോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടിട്ട് ഞങ്ങൾക്കിതിൻ്റെ ഉത്തരം ഒന്ന് തരണം, വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഹീറോ ചിരഞ്ജീവി അണ്ണനെ പോലീസ് ചേസ് ചെയ്യുന്ന ഒരു സീനാണ്. ഇതുപോലെ 2 കുതിരകൾ നമ്മളെ വലിച്ചുകൊണ്ട് റോഡിലൂടെ പോയാൽ ഡ്രസ്സും കീറും ബോഡിയുടെ പെയിൻറ്റും പോകും. അല്ലാതെ ഇങ്ങനെ കലിപ്പ് എക്സ്പ്രഷനിലോട്ടാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. പിന്നെ തെലുങ്ക് മൂവീസിലൊക്കെ പൊതുവെ സൂപ്പർ ഹ്യൂമൻസിൻ്റെ എണ്ണം കൂടുതലാണല്ലോ, അതുകൊണ്ട് അവർക്കതൊന്നും ഒരു കുഴപ്പമായിരിക്കില്ല.
ഇത്രയൊക്കെ ഉണ്ടായിട്ടും പുള്ളിക്കൊന്നും പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്, നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ ഹ്യൂമൻ ആയതുകൊണ്ടായിരിക്കും, സാധാരണ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇപ്പോഴേക്കും എല്ലാം തീർന്നേനെ. മുകളിലത്തെ പണി തീർന്നോ സാർ? താഴത്തെ പണിയും തീർന്നു. അത് കണ്ണ് തള്ളിയിരിക്കണ അറിയാം. പിടിച്ചോ. അപ്പോൾ അതാണല്ലേ സംഭവം. ഞാൻ എന്താ ഈ ഹോളിവുഡ് സീനൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ ഐഡിയ ഒക്കെ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ആലോചിച്ചിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് ഹോളിവുഡുകാരൊക്കെ നമ്മുടെ ചിരഞ്ജീവണ്ണനെ കോപ്പി അടിച്ചെടുത്തതാണിത്. ഹോളിവുഡ് വരെ കോപ്പി അടിക്കണമെങ്കിൽ ചിരഞ്ജീവണ്ണൻ്റെ റേഞ്ച് നോക്കടാ. പക്ഷെ എന്തായാലും ചിരഞ്ജീവണ്ണൻ്റെ കുതിര ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കുതിരയാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ സാധാരണ ഒരു കുതിരയെ ഇതുപോലെ ട്രക്കിൻ്റെ അടിയിലൂടെ റോഡിലൂടെ ഇറക്കിക്കൊണ്ട് പോയാൽ ഭാഗ്യമുണ്ടെങ്കിൽ അതിനെ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നേരിട്ട് കുഴിയിലേക്ക് എടുക്കാം. ഇതെന്താ ബ്രേക്ക് പിടിച്ചാൽ പറക്കുന്ന ജീപ്പോ? അല്ലാതെ എങ്ങനെയാണ് അത് അപ്പുറത്ത് നിന്ന് പറന്ന് ഇപ്പുറത്തേക്ക് എത്തിയത്? എൻ്റെ അറിവിൽ ഇന്നേ വരെ ഒരു ജീപ്പും ബ്രേക്ക് പിടിക്കുമ്പോൾ പറന്ന് ലോറിയുടെ അപ്പുറത്തേക്ക് എത്താറില്ല. ഇനി അവർക്കായിട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സുള്ള ജീപ്പ് ഉണ്ടാക്കി കൊടുത്താണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. എന്തായാലും നല്ല മികച്ച സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ നമ്മുടെ ഹീറോ എന്തോ മാസ് ഡയലോഗൊക്കെ അടിച്ച് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ജീപ്പിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുള്ളിക്കാരൻ ഇപ്പോൾ തന്നെ ജീപ്പ് സ്റ്റാർട്ടാക്കി അതും ഡ്രൈവ് ചെയ്ത് പോകേണ്ടിടത്തേക്ക് പോകുമെന്ന്. എന്നാൽ അങ്ങനെ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അപ്പോൾ ഇനി പുള്ളി എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ അങ്ങ് കണ്ടോ. ഞാൻ പല സൂപ്പർ ഹീറോ മൂവീസിൽ ഇങ്ങനെ ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേറൊരു വെർഷനാണ് ഇതെന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും നല്ല സ്കീമാണ്. ഇതാകുമ്പോൾ പിന്നെ എന്തായാലും വണ്ടിയിൽ ഫ്യൂൽ അടിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. പകരം ഓരോരോ ബുള്ളറ്റ് ചിലവാക്കിയാൽ മതി. പറന്നു പോകുന്ന ജീപ്പിലുള്ള ഒരു പോലീസുകാരനെ കണ്ടിട്ട് നിങ്ങൾക്ക് മതിയായില്ലെങ്കിൽ ഒന്നിനെ കൂടി കണ്ടോളൂ. പുള്ളി പിന്നെ കുറച്ചുകൂടി മാസ് കാണിക്കാനായിട്ട് ജീപ്പിൻ്റെ പുറത്തൊക്കെയാണ് ഇരിക്കുന്നത്. പറന്നിരുന്ന ജീപ്പിൻ്റെ മുകളിലൊക്കെയാണ് പുള്ളി ഇരിക്കുന്നത്. പക്ഷെ പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടാൽ വല്ല വെക്കേഷന് ബീച്ചിൽ വന്നിരിക്കുന്ന പോലെയാണ്. പിന്നെ ആ ജീപ്പ് എങ്ങനെയാണ് പറക്കുന്നത് എന്നതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നേ ഇല്ല. കാരണം ഈ വീഡിയോ ഇത്രത്തോളം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും പറക്കുന്ന വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ പുതുമയുള്ളൊരു കാര്യമേ അല്ല. ഇനിയിപ്പോൾ അതല്ലെങ്കിലും നിങ്ങൾക്ക് മറ്റൊരു സംശയം കൂടി ഉണ്ടാകും, ഇത്രയും സ്പീഡിൽ പറന്നു തരുന്ന ജീപ്പിൻ്റെ മുകളിലൊക്കെ ഇരുന്നാൽ തെറിച്ചു പോയില്ലേ എന്ന്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ലാൻഡ് ചെയ്യുന്ന സമയത്തെങ്കിലും തെറിക്കില്ലേ എന്ന്. ഇവിടെ തെറിക്കുന്നത് പോയിട്ട് പുള്ളി ഒന്ന് അനങ്ങുന്നു പോലുമില്ല. ഇനി പുള്ളിക്കാരനെ ജീപ്പിൻ്റെ മുകളിൽ വല്ല പശയും തേച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണോ എന്തോ. ഇനി ബോണസായിട്ട് കുറച്ച് മാരക സീനുകൾ കൂടി കണ്ടോളൂ. கருப்பு அடிடா இத சொல்லிக்கிட்டே புடிடா. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.